നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കർണാടകയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യം ചൂടേറിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കുള്ള ന്യൂനപക്ഷ സംവരണം 4% നിന്ന് 10% വർദ്ധിപ്പിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ കർണാടക സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമം ഹജ്ജ് വഖഫ് മന്ത്രി വി സായിദ് ജാമിർ അഹമ്മദ് ഖാൻ ഈ അപേക്ഷയുടെ പുനഃപരിശോധന നിയമങ്ങൾക്കനുസൃതമായി നടത്തണമെന്ന് നിർദ്ദേശിച്ചു. ഈ നിർദ്ദേശം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ സംവരണത്തെ മുൻപന്തിയിൽ നിർത്തിയിരിക്കുന്നു. മുസ്ലിങ്ങൾക്കുള്ള നിലവിലുള്ള സംവരണത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്യുന്ന മന്ത്രിമാരുടെ സഹായികൾ തമ്മിലുള്ള ആശയവിനിമയം വെളിപ്പെടുത്തുന്ന ഒരു ഔദ്യോഗിക മെമ്മോ പുറത്തു വന്നതോടെയാണ് വിവാദം ആരംഭിച്ചത്. 4% സംവരണം നിർത്തലാക്കാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിക്കുന്നവർ വാദിക്കുന്നത് വിവിധ ആനുകൂല്യങ്ങൾ പുനഃക്രമീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു. അതെങ്കിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതിയെ ഇത് വലിയ തോതിൽ ദുർബലപ്പെടുത്തിയെന്നാണ് മുൻ BJP നേതൃത്വത്തിലുള്ള സർക്കാർ അവരുടെ ഭരണകാലത്ത് വിവിധ ഭരണ പരിഷ്കാരങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ക്വാട്ട നീക്കം ചെയ്തിരുന്നു. എന്നിരുന്നാലും രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെ പേരിൽ തങ്ങളുടെ അവകാശങ്ങൾ ആസൂത്രിതമായി നിഷേധിക്കപ്പെട്ടുവെന്ന് കരുതിയ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഈ നീക്കത്തിന് കടുത്ത എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. പിന്നാലെ തെലങ്കാന ജാതി സർവേ പാനലിലെ അംഗമായ പ്രൊഫസർ സുഖദിയോ തൊറോട്ടുമായി നടത്തിയ അഭിമുഖം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വ്യാഴാഴ്ച പങ്കുവച്ചു. രാജ്യത്ത് ജാതി സെൻസസിന്റെ ആവശ്യകതയെക്കുറിച്ചും BR അംബേദ്കർ ജാതി വിവേചനത്തിനെതിരായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി ഇതിൽ സംസാരിക്കുന്നുണ്ട്. തെലങ്കാനയിൽ അടുത്തിടെ നടന്ന ജാതി സർവേയുടെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്യുന്നതിനും നയ ശുപാർശകൾ അവതരിപ്പിക്കുന്നതിനുമായി കോൺഗ്രസ് രൂപീകരിച്ച 11-അംഗ സമിതിയിലെ അംഗമാണ് തോറാത്ത്. മെറിറ്റ് പൂർണ്ണമായും പിഴവുള്ളതും അന്യായവുമായ ഒരു ആശയമാണെന്നും ഈ മുഴുവൻ ആഖ്യാനവും ഉയർന്ന ജാതി ആഖ്യാനമാണെന്നും ഒരു വിവാദ പ്രസ്താവന ഈ ഇന്റർവ്യൂവിൽ രാഹുൽ ഗാന്ധി നടത്തുന്നുണ്ട്. ഇതോടെ വൻ വിമർശനമാണ് ഉയരുന്നത്. അതെ, രാജവംശവും സ്വജനപക്ഷപാതവുമാണല്ലോ പോകാനുള്ള വഴി എന്നാണ് ഉയരുന്ന വിമർശനങ്ങളിൽ ഭൂരിഭാഗവും. രാഹുൽ ഗാന്ധി കുടുംബപ്പേരുകൊണ്ടും മാത്രം രാഷ്ട്രീയത്തിൽ എത്തിയതാണെന്നും അല്ലാതെ കഴിവുകൊണ്ടല്ല കോൺഗ്രസിന്റെ തലപ്പത്ത് എത്തിയെന്നുമുള്ള വാദം വീണ്ടും ഈ പ്രസ്താവനയ്ക്ക് മറുപടിയായി സോഷ്യൽ മീഡിയ ഉയർത്തിക്കാട്ടുന്നു. കഴിഞ്ഞ മാസം തെലങ്കാനയിലെ ജാതി സർവേയിൽ സംസ്ഥാന ജനസംഖ്യയുടെ ഏകദേശം 90% ദളിതർ, ആദിവാസികൾ, BC-കൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവരാണെന്ന് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയതായും രാജ്യമെമ്പാടും ഇതുതന്നെ ആയിരിക്കുമെന്നും OBC-കൾ 50% കുറയാത്തവരാണെന്നും രാഹുൽ ഗാന്ധിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടിരുന്നുവെന്നും പറഞ്ഞു. ജാതി സെൻസസ് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ പുതിയ മാതൃകയുടെ നിർമ്മാണം സാധ്യമാകൂ എന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിൽ മറുപടിയായി രാഹുൽ ഗാന്ധി തന്റെ സെൻസസ് വാദം ഉയർത്തിക്കാട്ടിയത്. തെലങ്കാന നിയമസഭ ചൊവ്വാഴ്ച ഏകകണ്ഠമായി 2025 തെലങ്കാന പട്ടികജാതി സംവരണ യുക്തി സഹീകരണം ബിൽ പാസാക്കി. ഇത് സമുദായത്തെ 3 ഗ്രൂപ്പുകളായി ഉപവർഗീകരിക്കുന്നതിന് നിയമപരമായ സാധുത നൽകുന്നു. ഗവർണർ ബില്ലിന് അംഗീകാരം നൽകിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സുപ്രീം കോടതി ഉത്തരവിന് ശേഷം ഉപവർഗീകരണം നടത്തുന്ന ആദ്യത്തെ സംസ്ഥാനമായി തെലങ്കാന മാറും. അതിനിടെ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസ് അയച്ച് സംഭാൽ കോടതി. ജനുവരി 15-ന് ഡൽഹി കോൺഗ്രസ് ഓഫീസ് ഉദ്ഘാടന വേളയിൽ ഞങ്ങളുടെ പോരാട്ടം BJP-ക്കോ RSS-നോ എതിരല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രത്തിനെതിരാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഇതിനെതിരെ ഹിന്ദു ശക്തി ദളിതന്റെ ദേശീയ പ്രസിഡന്റ് സിമ്രാൻ ഗുപ്ത സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് അഡീഷണൽ ജില്ലാ ജഡ്ജി നിർഭയ് നാരായൺ സിംഗ് നോട്ടീസ് അയച്ചത്. ഏപ്രിൽ 4-ന് മറുപടി നൽകാനോ ഹാജരാകാനോ ആണ് നോട്ടീസിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ ഇന്ത്യക്കാരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സിമ്രാൻ നൽകിയ ഹർജിയിൽ പറയുന്നു. സംഭാൽ ജില്ലാ മജിസ്ട്രേറ്റിനും പോലീസ് സൂപ്രണ്ടിനും ആദ്യം പരാതി നൽകിയെങ്കിലും മറുപടി ലഭിക്കാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നും സിമ്രാൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.